ഹായ്, ഞാൻ മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. ഇന്ന് നമ്മൾക്ക് മോഹനരാഗത്തിൽ തന്നെ ഒരു പാട്ടെടുക്കാം. സ്കെയിൽ സി മേജർ. പാട്ട് ആരെയും പാവഗായകനാക്കുന്നു. അത് കൊച്ചു കുട്ടികൾക്ക് പോലും പ്ലേ ചെയ്യാൻ പറ്റിയ പാട്ടാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ അതിൻ്റെ കോഡ്സ് നമുക്ക് നോക്കാം. അതേസമയം എയുടെ കോഡ്സ് നമ്മൾ ഓർഡറായിട്ട് പഠിക്കുകയും അതും മിസ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് പഠിക്കാം. സി മേജർ സ്കെയിലിൻ്റെ ഫിംഗറിങ് C, D, E, F, G, A, B, C. ലെഫ്റ്റ് എങ്ങനെ എടുക്കും? നമ്മൾ ഇങ്ങനെ എടുക്കും. ഇങ്ങനെ സ്പീഡിൽ കാണിച്ചതിൻ്റെ കാരണമേ നിങ്ങൾ പല ക്ലാസ്സിലും കാണിച്ചിട്ടുള്ളത് വീണ്ടും വീണ്ടും അത് തന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ മോഹനരാഗത്തിൻ്റെ സ്വരസ്ഥാനവും കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു. വീണ്ടും ഒന്നും കൂടി കാണിക്കാം. നിങ്ങൾ ആദ്യം കാണുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇത് കാണാൻ കേട്ടോ. ഇതുണ്ട് ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, മധ്യമ ഇല്ല പഞ്ചമ, ചതുശ്രുതി ദൈവത, നിഷാദ ഇല്ല ഷഡ്ജം. ആ പാട്ടിന്റെ ഏകദേശ രൂപം ഇതിനകത്ത് വന്നു. പാട്ടിങ്ങനെ പോകുന്ന ഫസ്റ്റ് ലൈൻ ഇങ്ങനെ പോയല്ലേ. അത് നമ്മൾ അനുപല്ലവി ഇങ്ങനെ എടുക്കും. ഇത് കണ്ട ഇങ്ങനെയാണ്. ഇത്ര വരെയുള്ള ഈ പാട്ട് ഇവിടുന്ന് ലെന്ത്, ഈ പാട്ടിൽ ലെന്ത് ഇവിടുന്ന് ഇവിടം വരെ. അപ്പോൾ ഇത്ര സ്ഥലത്തിനകത്ത് ഈ പാട്ട് എടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് പാട്ടിൻ്റെ ഏകദേശ രൂപം. ഇനി ഇത് ചരണവും അനുപല്ലവിയും മറ്റ് ഇതൊക്കെ അങ്ങനെ തന്നെ പോകുന്ന കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് പോവുക. ഇത്ര ഈ സ്വരത്തിൽ നിന്ന് വേറെ ഒരു അന്യസ്വരം ഇപ്പത്തെ കയറി വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും എടുക്കുമ്പോൾ ഞാൻ ഈ ഓരോ ഫിംഗർ വെച്ച് നിങ്ങളെ കാണിക്കുന്നതിൻ്റെ കാരണം, ഇപ്പം മിസ് ഇത്രയും ഫിംഗർ എടുത്തല്ലേ, നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടത്തില്ല. ഇപ്പം ഇങ്ങനെ അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല ഏതൊക്കെ കീയിൽ മിസ് കൈവച്ചു എന്ന്. അതുകൊണ്ടാണ് മിസ് ഇങ്ങനെ കാണിക്കുന്നത്, കണ്ടോണേ. പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കാവുള്ളൂ. മിസ് എടുത്തതുപോലെ തന്നെ എടുക്കണം. ഇങ്ങനെ ഓർഡറായിട്ട് ഫിംഗർ വയ്ക്കണം കേട്ടോ. പക്ഷേ മിസ് ഇങ്ങനെ ഒരു ഫിംഗർ വെച്ച് കാണിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആകാൻ വേണ്ടിയല്ല, നിങ്ങൾ വന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഏതെല്ലാം കീയിൽ മിസ് കൈവച്ചു, അതൊക്കെ ഏതൊക്കെ നോട്ടായിരുന്നു എന്ന് കാണാൻ വേണ്ടിയാണ് കാണിക്കുന്നത്. ഇത് കണ്ടോ, ആരെയും ഇത്ര നിങ്ങൾക്ക് മനസ്സിലായി. അടുത്തത് വരുമ്പോൾ ഇത് ആ എന്ന് പറഞ്ഞു പോകും.
ഇങ്ങനെയാണ് ഇത്രയും സ്വരത്തിൽ ഈ പാട്ടുണ്ട് നിങ്ങളിങ്ങനെ എടുക്കണം. അപ്പോൾ മിസ് എടുത്ത പോലെ ഇങ്ങനെ ഒരു ഫിംഗർ വെച്ച് എടുക്കരുത്, നിങ്ങളിങ്ങനെ എടുക്കണം. അപ്പോൾ ഇതിനിപ്പോൾ നമ്മളെല്ലാം കോഴ്സ് എടുക്കാം, നമുക്ക് നോക്കാം. ഇപ്പോൾ സി ഇ ജി കണ്ടോ, ഈ ഇത്രയും സ്വരത്തിലാണ് ഈ പാട്ടിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ എടുക്കുക, സി മേജർ സ്കെയിൽ എടുക്കുക, കോഡ് എടുക്കുക. അപ്പോൾ സി മേജർ കോഡ് എങ്ങനെ എടുക്കും, നമ്മൾ ഇവിടെയാണ് പിടിക്കാനുള്ളത്. മിസ് നിങ്ങൾക്ക് ഈ ഫിംഗർ ഇവിടെ കാണിച്ചു തരാം. കണ്ടോ, സി മേജർ കോഡ് എടുത്തു, നമ്മൾ എഫ് മേജർ എ മേജർ കോഡ് എടുത്തു. എ മേജർ കോഡ് എങ്ങനെ എടുക്കും, നമ്മൾ എ മേജർ കോഡ് എടുക്കുന്നത് ഇങ്ങനെ എടുക്കും. അല്ല എ മേജർ അല്ല, ഇത് എ മേജർ അല്ല, എ മൈനർ കോഡ് എടുത്തു. അപ്പോൾ ഇതുപോലെ എ മേജർ കോഡ് എടുത്തു, എ മൈനർ കോഡ് എടുത്തു. കണ്ടോ, മേജർ കോഡാണ് ഇത് വരും. എ മൈനർ കോഡ് എടുത്തു, സി മേജർ കോഡ് എടുത്തു. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ കാണിച്ചല്ലേ. ഇനി C6 എടുക്കണം. C6 എങ്ങനെ എടുക്കും, നമ്മൾ ഈ രണ്ട് നോട്ട്സും കൂടി ഇങ്ങനെ പിടിക്കാം. ഇത് ആവശ്യമെങ്കിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് ഇത് മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഇത്രയും കോഴ്സ് എടുക്കുക. ഞാനിത് കൊച്ചു കുട്ടികൾക്ക്, ഒന്നും അറിയാൻ പാടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. കൂടുതൽ കോഴ്സിലേക്ക് നമുക്ക് പിന്നീട് പോവാം. അപ്പോൾ നമ്മൾ വന്ന് ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നത്, എ മൈനർ കോഡും എ ഫ്ലാറ്റ് മൈനറും എ ഫ്ലാറ്റ് മേജറും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എ ഫ്ലാറ്റ് മേജർ എങ്ങനെ എടുക്കും, ഇ ഫ്ലാറ്റ് സി എ ഫ്ലാറ്റ്. ഇത് എ ഫ്ലാറ്റ് മേജർ കോഡാണ് കേട്ടോ. എ ഫ്ലാറ്റ് മേജർ കോഡിന് ഇ ഫ്ലാറ്റ്, എ ഫ്ലാറ്റ്, സി. എ ഫ്ലാറ്റ് മൈനർ കോഡ് എങ്ങനെ എടുക്കും, ഈ ഫിംഗർ സി എന്നെടുത്ത് ബിയിൽ വയ്ക്കുക. പക്ഷെ ഇത് ബി എന്ന് നിങ്ങൾ പറയരുത്, സി ഫ്ലാറ്റ് എന്നേ പറയാൻ പാടുള്ളൂ. അപ്പൊ ഇത് സി ഫ്ലാറ്റ്, ഇത് സി. അപ്പൊ ഇത് മൈനർ, സിയിൽ വെച്ചാൽ മേജർ, മൈനർ മേജർ. അപ്പൊ ഇത് പക്ഷെ ഇത് ഈ പാട്ടിൽ നിങ്ങൾ യൂസ് ചെയ്യരുത്. ഈ പാട്ടിലുള്ള കോഴ്സ് അല്ല, ആദ്യത്തെ കോഴ്സാണ് മിസ് കാണിച്ചു തന്നത്. അപ്പൊ ഇതെങ്ങനെയാന്ന് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ബോർഡിലേക്ക് നോക്കാം. എയുടെ കോഴ്സ് നമ്മൾ ഓർഡറായിട്ട് പഠിക്കുക അല്ലേ. ഇത് എ ഫ്ലാറ്റ് മേജറാണിത്. എ ഫ്ലാറ്റ് എന്ന് കണ്ടാൽ അത് മേജറാണ്, മറ്റൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇ ഫ്ലാറ്റ് എടുത്തു, മിസ് പിടിച്ച് കാണിച്ചത് എ ഫ്ലാറ്റ് സി. 1 2 4 ആ ഫിംഗർ. ഓക്കെ, എ ഫ്ലാറ്റ് മേജർ. എ ഫ്ലാറ്റ് മൈനർ ആണെങ്കിൽ എന്താ വരിക, ഇത് കണ്ടോ, ഇവിടെ 3 ഫ്ലാറ്റ് കാണിച്ചിട്ടുണ്ട് കണ്ടോ. ഇ ഫ്ലാറ്റ്, സി ഫ്ലാറ്റ്, എ ഫ്ലാറ്റ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, നിങ്ങൾ ചോദിക്കുന്നത് സിക്ക് ഫ്ലാറ്റ് ഇല്ലല്ലോ മിസ്. സിക്ക് ഫ്ലാറ്റ് ഇല്ല, അതിനാണ് സിയുടെ ഫ്ലാറ്റ് എന്തായിട്ട് വരും, ബി ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ബിയിലേക്ക് പിടിക്കുക. മിസ് ഇവിടെ പിടിച്ച് കാണിച്ചായിരുന്നു. ഇതാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് പഠിക്കാനുള്ള സംശയമുള്ളൊരു മിസ്സിനെ വിളിക്കുക. അപ്പം മിസ് പഠിപ്പിക്കുന്ന എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടോ? സംശയമുള്ളൊരു മിസ്സിനെ വിളിക്കണം കേട്ടോ. പിന്നെ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് മാത്രമായില്ല, ഓരോ എപ്പിസോഡും ഓർഡറായിട്ട് നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകത്തുള്ളൂ, നന്നായിട്ട് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ അടുത്ത ക്ലാസ്സിന് വീണ്ടും കാണാം. എന്തൊക്കെ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.